രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. പാർത്ഥൻ അതേ ധൃതിയിൽ അവന് പിന്നാലെ ചെന്നു. വംശി, നിനക്ക് വന്നത് ജെയിംസിന്റെ കോളാണ്. ഞാനത് കണ്ടതാ. ഏതോ ഫയൽ മുന്നിൽ വെച്ച് പേജുകൾ തിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ആ ഫയൽ തട്ടിപ്പറിച്ചുകൊണ്ട് പാർത്ഥന്റെ ശബ്ദമുയർന്നു. കണ്ടെങ്കിൽ പിന്നെ ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. എത്രത്തോളം ഉച്ചത്തിലാണോ പാർത്ഥന്റെ ശബ്ദമുയർന്നത്, അതിനെ നാലായി വെട്ടി തളർത്തും പോലെ അവന്റെ ഗൗരവം മറുപടി നൽകി. വംശി, ഞാൻ പറയുന്നത് എന്താണ് നിനക്ക് മനസ്സിലാവാത്തത്? നീ പറയുന്നതിൽ എന്താണ് പാർത്ഥ എനിക്ക് മനസ്സിലാക്കേണ്ടത്? ചോദ്യത്തിന് ചോദ്യം കൊണ്ട് തന്നെ വംശി നേരിട്ടതിൽ നിന്നും എഴുന്നേറ്റ് അവന്റെ മുന്നിലായി പോയി ചെന്ന് നിന്നു. കയ്യും കെട്ടി തന്റെ മുന്നിലായി വന്നു നിൽക്കുന്നവന്റെ കണ്ണിലായിരുന്നു പാർത്ഥന്റെ നോട്ടമത്രയും. വംശി, നീ ജെയിംസിനെ വിളിക്കുന്നതും തിരക്കുന്നതും സിദ്ധിയെ അറിയാൻ വേണ്ടിയാണ്, അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഞാനിതുവരെ അക്കാര്യം നിഷേധിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിന് അല്ലെന്ന് പറയണം? തനിക്ക് മുന്നിലേക്ക് പിന്നെയും ചോദ്യശരങ്ങൾ എഴുത് അവൻ നേരെ പോയി സോഫയിലേക്ക് ഇരുന്നു. എടാ, നീ അവളെ വേണമെന്ന് പറയുന്നത് വളർത്താനൊന്നുമല്ലല്ലോ. അതിലും നിനക്ക് സംശയമില്ല. പിന്നെ എന്താ പാർത്ഥ? ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദ്യമല്ല വംശി. ജീവിതം മുഴുവനും ചോദ്യം ചെയ്യപ്പെട്ട എനിക്ക് എന്റെ കയ്യിലുള്ളത് മാത്രമേ നിനക്ക് തരാൻ കഴിയൂ. അതിനുമപ്പുറം നീ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ പാർത്ഥ? കണ്ണിന്റെ ഇമകൾ പോലും ഒരു നിമിഷം വ്യതിചലിക്കാത്ത വിധം വംശിയുടെ നോട്ടം പാർത്ഥനിൽ മാത്രമായി. നോക്ക് വംശി, ഇന്നിപ്പോൾ അവൾ നിന്റെ മുന്നിലില്ല. മുന്നിൽ പോയിട്ട് അവൾ എവിടെയാണെന്ന് പോലും നിനക്കറിയില്ല. വെറുതെ വിട്ടേക്കടാ നീ അവളെ. അല്ലെങ്കിൽ തന്നെ നിന്നെ. പാർത്ഥൻ ഒന്ന് നിർത്തി. നിനക്ക് വേണ്ടടാ അവളെ. ഉള്ളിലുള്ള ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ പാർത്ഥന്റെ ശബ്ദം വിറച്ചു. പറ്റില്ല പാർത്ഥ. 4 ചുവരുകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സൈഡിലിരുന്ന ഫ്ലവർ വേസ് ഭിത്തിയിൽ ചിന്നിച്ചിതറി. വംശി, എന്താടാ ഇത്? അടുത്തേക്ക് കൊല്ലാൻ തുടങ്ങി വന്ന പാർത്ഥനെ അവൻ കൈകൊണ്ട് തടഞ്ഞു. ഇതിനു മുന്നേയും ഒരുപാട് തവണ നിന്നോട് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ വീണ്ടും പറയുന്നു. ധാത്രിയെ എനിക്ക് വേണം. വേണം വേണമെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് അവസാനം കയ്യിൽ കിട്ടുമ്പോൾ അവൾക്ക് പുതിയ അവകാശികളായിട്ടുണ്ടെങ്കിൽ നീ പിന്നെ എന്ത് ചെയ്യും? കണ്ണുകൾ ആകെ ചുവന്ന് ഭൂമിയെ തകിടം മറിക്കാൻ നിൽക്കുന്നവന്റെ പിന്നിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ പാർത്ഥനും വംശിയും ഒരുപോലെ ഡോറിന്റെ സൈഡിലേക്ക് നോക്കി. അഗസ്ത്യ, പറയടാ, ഈ കാടും മലയും ഒക്കെ ഇളകി നീ അവളെ കണ്ടുപിടിച്ചാൽ തന്നെ അവൾ നിന്റെ പഴയ ധാത്രി അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കാരണം 1-2 ദിവസമോ മാസമോ അല്ല അവളെ കാണാതായിട്ട്. 2 വർഷം. 2 വർഷം കഴിഞ്ഞിരിക്കുന്നു സിദ്ധിദാത്രി നമ്മുടെ എല്ലാം മുന്നിൽ നിന്ന് അപ്രത്യക്ഷയായിട്ട്. ഇനിയിപ്പോൾ അവൾ ജീവനോടെ. അഗ്നി! ഒറ്റ കുതിപ്പിന് അഗസ്ത്യയുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് ചുവരിലേക്ക് ചേർത്ത് നിർത്തി വംശി. വംശി, എടാ, നീ എന്തായി കാണിക്കുന്നേ? എടാ വിടടാ. എടാ, അവനെ വിടാൻ. വംശി! എന്താടാ നീ പറഞ്ഞത്? എന്റെ ധാത്രി മരിച്ചുപോയെന്നോ? ഞാൻ ജീവനോടെയുള്ളപ്പോൾ അവൾ മരിക്കുമോ? ഭ്രാന്ത് പിടിച്ച പോലെ മുരളുന്നവനെ തന്റെ പൂർണ്ണ ബലം ഉപയോഗിച്ച് പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചിട്ടും പാർത്ഥൻ പരാജയപ്പെട്ടുപോയി. ഇതിനിടയിൽ കഴുത്തെല്ലാം കുത്തിപ്പിടിച്ചിട്ട് അഗസ്ത്യയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എങ്കിലും 2 കൈയും ഉപയോഗിച്ച് അവൻ വംശിയെ തള്ളി നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ പാർത്ഥൻ അവനെ പിടിച്ച് പുറകിൽ. പക്ഷെ അപ്പോഴേക്കും ശ്വാസം വിളങ്ങി അഗസ്ത്യ ഭയങ്കരമായി ചുമയ്ക്കാൻ തുടങ്ങി. പാർത്ഥൻ വംശിയെ സോഫയിലേക്ക് തള്ളി ഓടിപ്പോയി അവന്റെ പുറം തടവി. അഗസ്ത്യ, എടാ, എടാ, നീ വെള്ളം കുടിച്ചേ. ഇത്തിരി നേരം എടുത്തു അഗസ്ത്യ ഒന്ന് നോർമലാകാൻ. നിനക്ക് എന്താടാ വംശി? ഭ്രാന്താണോ? ഇത്തിരി നേരം കൂടി കഴിഞ്ഞാണെങ്കിൽ അവനെ തെക്കോട്ടെടുക്കാമായിരുന്നു. അതുപോലെ നീ. നിനക്കിത് എന്തിന്റെ കേടാ? അറിയാം, സിദ്ധിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ പ്രതികരണം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അതറിഞ്ഞു വെച്ചുകൊണ്ട് അവൾ ചത്ത കാര്യം ഇവന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? 2 പേരുടെയും നടുക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുമ്പോൾ പാർത്ഥൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. 2 പേരോടും കൂടി പറയുകയാണ്, ഇന്നത്തോടെ നിർത്തിക്കണം ഈ ജാതി സംസാരങ്ങൾ. അതിന് ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഇവൻ അവളെ അന്വേഷിക്കുന്നത് സ്നേഹിച്ച് മടിയിലെത്തി ഊട്ടാനൊന്നുമല്ലല്ലോ. അപ്പൊ പിന്നെ അവള് ചത്തുപോയിന്ന് ഞാൻ പറഞ്ഞാൽ ഇവൻ എന്താ? അവൻ പിടിച്ചു ഞെക്കിയ കഴുത്തിൽ അഗസ്ത്യ ഒട്ടും കൂസാതെ പറഞ്ഞു. അവള് ജീവിച്ചാലും മരിച്ചാലും അത് എനിക്കൊപ്പമായിരിക്കും അഗസ്ത്യ. കാരണം അവളുടെ ജീവനെടുക്കാൻ സാക്ഷാൽക്കാലിന് പോലും അവകാശമില്ല. അത് എനിക്ക്, ഈ വംശിക്ക് മാത്രം അധികാരപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി മേലാൽ അവൾ മരിച്ചു എന്നൊരു വാക്ക് ആരുടെയെങ്കിലും നാവിൽ നിന്ന് വീണാൽ പറയുന്നവന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. വംശിയാ പറയുന്നേ. 2 പേരെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവൻ ഇത് എന്താടാ പാർത്ഥ? തേച്ചിട്ട് പോയവള് പോയെന്നങ്ങ് കരുതിയാ പോലെ.
അല്ലാതെ ഇങ്ങനെ പുറകെ നടന്ന് കണ്ടുപിടിച്ച് അതും എന്ത് കാര്യത്തിന്? സിദ്ധിയും വംശിയും അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ അഗസ്ത്യ? എടാ, ഇവന്റെ ഭ്രാന്തൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് ആ പെണ്ണിനെ കയ്യിൽ കിട്ടിയാൽ ഇവൻ വെച്ചേക്കില്ലാന്ന്. നിനക്ക് തോന്നലല്ലേ ഉള്ളൂ, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ ഇവന്റെ കയ്യിൽ കിട്ടരുതെന്നും കണ്ണിൽ പെട്ടതെന്നും ഞാൻ ഇത്രയധികം ആഗ്രഹിക്കുന്നത്. നേര് പറഞ്ഞാൽ ഇവളെ അവൻ കണ്ടുപിടിച്ച് എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയും ഇവന്റെ ജീവിതം നാശമായി കാണാൻ വയ്യാത്തതുകൊണ്ട് മാത്രം അവൾ ഇവന്റെ മുന്നിൽ പെടരുതെന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നെടുവീർപ്പോടെ അഗസ്ത്യ പാർത്ഥനെ നോക്കി. എന്നാൽ അതേസമയം അക്കൗണ്ട്സിൽ നിന്ന് കിട്ടിയ 1 മാസത്തെ ശമ്പളം കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതം ആലോചിച്ച് തല പെരുക്കുന്നുണ്ടായിരുന്നു സിദ്ധിക്ക്. ആകെ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ ജോലി. ഇനി അതുമില്ലാതെ അവളുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറി. വളരെ പാടുപെട്ട് കണ്ണു വലിച്ചു തുറക്കുമ്പോൾ കാണുന്നത് കറങ്ങുന്ന ഫാനാണ്. ഏറെ നേരം വേണ്ടിവന്നു ചുറ്റുമുള്ളതൊക്കെ കാണാനും മനസ്സിലാക്കാനും. ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായപ്പോൾ ചാടി എഴുന്നേൽക്കാൻ നോക്കി. എന്താ നീ കാണിക്കുന്നേ? ട്രിപ്പ് കയറുന്ന കണ്ടില്ലേ? ക്യാനില് മടങ്ങും എന്ന ഭീതിയിൽ ഉത്തര കൈ മുറുക്കി പിടിച്ചവളോട് ദേഷ്യപ്പെടുമ്പോഴാണ് കയ്യിൽ സൂചി കുത്തിയ കാര്യം പോലും അവൾ അറിയുന്നത്. ഞാൻ കണ്ടില്ല. ആകെ വാടിത്തളർന്നിരുന്ന മുഖം പിന്നെയും ചെറുതായി. കണ്ടില്ലെങ്കിലും അറിയാൻ പറ്റില്ലേ? ഒന്നുമല്ലെങ്കിലും നിന്റെ ശരീരത്തിലല്ലേ സൂചി കയറ്റിയിട്ടേക്കുന്നത്? ഉത്തര പിന്നെയും ചൊടിച്ചു. അറിഞ്ഞില്ലടി. പിന്നെയും പാവം പിടിച്ച മുഖത്തു നിന്നും വന്നത് അതുതന്നെയാണ്. എങ്ങനെ അറിയും? എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ വെട്ടിയിട്ട ചക്കമാതിരി വീഴാൻ കിടക്കുകയല്ലേ? ദേഷ്യം പിടിച്ച് ഉത്തര പറഞ്ഞതും ആ കണ്ണുകളിൽ നീര് കെട്ടി. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ കരഞ്ഞാലുണ്ടല്ലോ, എന്റെ കൈവാക്ക് വെച്ച് ഞാനൊന്നങ്ങ് തന്നേക്കും. പെണ്ണിന്റെ ഭയപ്പെടുത്തലിൽ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ പോലും ഭയപ്പെട്ടു എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം മുറിയിൽ വെച്ച് തലകറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതാണ് സമയത്ത് ആഹാരം എടുത്ത് കഴിക്കണമെന്ന്. അളിഞ്ഞ ക്യാൻറ്റീനിലെ ഫുഡ് കഴിച്ച് വയറ് കേടാക്കിയെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതാ നല്ലത് വല്ലതും സമയത്ത് കഴിച്ചാൽ നിന്റെ പ്രശ്നം മാറുമെന്ന്. അപ്പോൾ നിനക്ക് എന്നെ അനുസരിക്കാൻ പാട്. എന്നിപ്പിട്ടിപ്പോൾ നാട്ടുകാരെല്ലാം കൂടി പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി ഈ പച്ചവെള്ള ശരീരത്തിൽ കയറ്റിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. അവളുടെ ട്രിപ്പും കിടത്തവും ഒക്കെ കണ്ട് ഉത്തരയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് അങ്ങനെ കിടന്നതേയുള്ളൂ സിദ്ധി. ഏകദേശം ട്രിപ്പ് തീരാറായി എന്ന് കണ്ടാണ് ഉത്തര സിസ്റ്ററിനെ വിളിക്കാൻ പോയത്. അവർ വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് അതെല്ലാം അഴിച്ചു മാറ്റി. അവരത് മാറ്റിയതും സിദ്ധി ബാത്റൂമിലേക്ക് കയറി. ആ നേരത്താണ് സിസ്റ്റർ കയ്യിലിരുന്ന 1-2 പേപ്പർ ഉത്തരയുടെ കയ്യിലേക്ക് കൊടുത്തത്. എന്തോ ബില്ലാണ്. സിസ്റ്റർ, ഇതൊക്കെ എന്താ? കാര്യം മനസ്സിലാക്കാതെ ആ പേപ്പറും പിടിച്ചവളെ നിൽക്കുന്ന കണ്ട് സിസ്റ്റർ ഒന്ന് നോക്കി. നിങ്ങളോട് ഡോക്ടർ രോഹിണിയെ ചെന്ന് കാണാൻ പറഞ്ഞു. ഓക്കെ സിസ്റ്റർ. അപ്പൊ കുറച്ചു മുന്നേ എടുത്ത ടെസ്റ്റിന്റെ ഒക്കെ റിസൾട്ട് ആയിരിക്കുമോ? അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത്. ശരി. ഇതെന്താ ഉത്തരേ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നവൾ കാണുന്നത് കയ്യിൽ 1-2 പേപ്പറുമായി നിൽക്കുന്നവളെയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേടി. വന്നു കയറിയപ്പോൾ തന്നെ അത് ഇതൊന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ ആ ഡ്യൂട്ടി ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ എടുത്തോ? എടുക്കാണ്ട് പിന്നെ. നിറയെ കാശായിട്ടുണ്ടാവും അല്ലേടി? ഒക്കെ ഞാൻ കാരണം. എന്റെ പൊന്നു മോളെ, നീ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് അവരെന്നോട് ഒരു ഹാർട്ട് സർജറി ചെയ്യാൻ പറഞ്ഞാൽ പോലും ഞാൻ ചിലപ്പോൾ ചെയ്തേനെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കാശൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി അതിന്റെ പേരിൽ കിടന്ന് കരയല്ലേ. തൽക്കാലം നിന്റെ കരച്ചിൽ കൂടി താങ്ങാൻ എന്നെക്കൊണ്ട് വയ്യാത്തോണ്ടാ. കൈയും കൂപ്പി മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് അവൾ പുറം കൈയാലെ കണ്ണു തുടച്ച് അവൾക്കൊപ്പം പുറത്തേക്കിറങ്ങി. ഡു യു ഹാവ് എനി സെൻസ് വംശി? അത് അഗസ്ത്യയായിരുന്നു, നമ്മുടെ അഗ്നി. ഞാൻ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ നീ അവനെ കൊന്നേ. മരിക്കണമെന്ന് വാശി പിടിച്ചു നിൽക്കുന്നവനോട് നിനക്കൊന്നും പറയാനില്ലായിരുന്നോ? അവന്റെ കയ്യിൽ നിന്ന് ചെറിയ വോഡ്കയുടെ ബോട്ടിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പാർത്ഥൻ പറഞ്ഞതത്രയും കേട്ടതും മറുപടി പിന്നാലെ എത്തി. അതെന്റെ കയ്യിൽ തന്നിട്ട് കാര്യം പറ പാർത്ഥ. ഇല്ല, തരുന്നില്ല. സമയവും കാലവും നോക്കാതെ 24 മണിക്കൂറും ഇതെല്ലാം കൂടി വലിച്ചു കയറ്റിട്ടാ വന്നു നിനക്ക് സാമാന്യബോധം പോലും ഇല്ലാതെയായത്. കയ്യിലിരുന്ന സാധനം അവന് കൊടുക്കാതെ പാർത്ഥൻ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. വംശി പാർത്ഥനെ നോക്കിക്കൊണ്ട് തന്നെ ഓഫീസ് മുറിയിലെ അവന്റെ പേഴ്സണൽ റൂമിലേക്ക് കയറി. അവിടെ പോയി തപ്പണ്ട, കിട്ടില്ല. ആ മുറിയിൽ നിന്ന് സകലതും ഞാൻ ഇന്നലെ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്? അകത്ത് കയറിപ്പോയപ്പോൾ ഉണ്ടായിരുന്ന ശാന്തത മറന്നതുകൊണ്ട് അവന്റെ ശബ്ദത്തിലെ ദൃഢത പുറത്തേക്ക് വന്നു. ഒപ്പം അവന്റെ മുഖത്ത് മൃഗീയ ഭാവം നിറഞ്ഞു വന്നു. നിന്റെ കാര്യത്തിൽ എന്ത് അഭിപ്രായം പറയാനും നിനക്ക് നല്ലതിനാണെങ്കിൽ എന്ത് ചെയ്യാനും എനിക്ക് നിന്റെ പോലും പെർമിഷൻ വേണ്ട വംശി. എന്താ, അങ്ങനെയല്ലേ? പൂരികളെ മുന്നിൽ വന്നു നിൽക്കുന്നവനെ കണ്ട് ഒട്ടും പതറാതെ വംശി പറഞ്ഞു. അതിന്റെ മറുപടി രണ്ടാൾക്കും അറിയാം.
എങ്കിലും തുറന്നൊരു സമ്മതത്തിന് മനസ്സിലാവാതെ വംശി വല്ലാത്തൊരു അസ്വസ്ഥതയോടെ സ്വന്തം ചെയറിലേക്ക് വന്നിരുന്നു. ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നത് നിനക്കൊന്ന് കുറച്ചുകൂടെ വംശി? അറ്റ്ലീസ്റ്റ് ഓഫീസ് സമയത്തെങ്കിലും. നീ പോലും അറിയുന്നില്ല നിന്റെ സ്വഭാവം ഇപ്പം എത്രമാത്രം മാറിയിരിക്കുന്നുവെന്ന്. പ്ലീസ് ഡാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നീ. പറയുന്നത് കേൾക്കാം, ബട്ട് എനിക്ക് ഡ്രിങ്ക്സ് കിട്ടിയേ പറ്റൂ പാർത്ഥ. തരില്ല, പറ്റില്ല. എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നേരെ ഏതെങ്കിലും ബാറിലോട്ടായിരിക്കും. അറിയാലോ ഞാൻ അവിടേക്ക് ചെന്ന് കയറാനുള്ള അവസ്ഥ. വംശി, ഇവിടെയാണെങ്കിൽ ഒരൊറ്റ ഡ്രിങ്ക്, പുറത്തു പോയാൽ ഒരു ബാറ് മുഴുവനും. ചോയ്സ് നിന്റെയാണ് പാർത്ഥ. നീ പറയുന്നതേ വംശി കേൾക്കൂ. മുന്നിൽ നിൽക്കുന്നവനെ അവന്റെ വാക്കുകൾ തന്നെ തളച്ചിട്ട് അവനെക്കൊണ്ട് തന്നെ കാര്യം നേടുന്ന ദ റിയൽ ബിസിനസ്മാൻ. ആ നിമിഷം പാർത്ഥൻ അവനിൽ കണ്ടത് അങ്ങനെ ഒരു വംശിയായിരുന്നു. ഇതിപ്പോ കുറെ നേരമായില്ലേ നീ കട്ട് ചെയ്ത് കളയുന്നു. ഇനി വിളിക്കുമ്പോൾ എടുത്തിട്ട് കാര്യം തിരക്ക് ഉത്തരേ. എന്ത് തിരക്കാൻ? ഒന്നും തിരക്കാനൊന്നുമില്ല. അവന് ചുമ്മാ വട്ട്. ഓഫീസിൽ നിന്നല്ലേ ഉത്തരേ. ചിലപ്പോൾ കളിയാവില്ല. ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും അത് ഒപ്പം നടക്കുന്നവളെ അറിയിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ട് ധാത്രി അവൾക്കൊപ്പം നടന്നുകൊണ്ട് ചോദിച്ചു. കോൾ വരുന്നത് ഓഫീസിൽ നിന്നാണെങ്കിലും വിളിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. സോ വരുണാണ്. തൽക്കാലം അവന്റെ കോള് അറ്റൻഡ് ചെയ്ത് പഞ്ചാര ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു മൂഡിലല്ല ഞാൻ. ഒന്നാമതേ ഞാൻ നല്ല ദേഷ്യത്തിലാണ്. ഈ ഒരു അവസ്ഥയിൽ അവന്റെ കോൾ എടുക്കുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ അവനോടൊരിക്കലും കാര്യം പറയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു കളയും. കാര്യം അവൻ ഇത്തിരി കോഴിയാണെങ്കിലും ആള് നമുക്ക് ഉപകാരിയാ. അതുകൊണ്ട് തൽക്കാലം അവനോട് എന്തെങ്കിലും പറഞ്ഞ് തട്ടിക്കേറാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇതങ്ങനെ അങ്ങ് പൊക്കോട്ടെ. അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നീണ്ട വരാന്തയിലൂടെ അവർ നടന്നു. ചേട്ടാ, ഡോക്ടർ രേഷ്മയുടെ ക്യാബിൻ 208 എവിടെയാ? ചുറ്റും നോക്കി കാണാഞ്ഞിട്ട് അവൾ സെക്യൂരിറ്റിയുടെ സഹായം തേടി. മാഡം സെക്കൻഡ് ഫ്ലോറിലാണ്. ലിഫ്റ്റ് ഇവിടെ നിന്ന് നേരെ നടന്നാൽ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇതിൽ ചെന്നിറങ്ങിയാൽ വലതുഭാഗത്ത് 3-ാമത്തെ മുറിയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവർ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് മെല്ലെ നടന്നു. അപ്പോഴേക്കും ഉത്തരയുടെ ഫോൺ പിന്നെയും റിങ് ചെയ്തു. ഈ ചെറുക്കനെ കൊണ്ടങ്ങ് തോറ്റല്ലോ. ഒന്നാമത് ഫോണിൽ ചാർജില്ല. ഏത് നിമിഷവും അത് മരിച്ചു പോകും. ആ സമയത്ത് ഇവന്റെ ചളുവ് കേൾക്കാൻ പോയാൽ 5 മിനിറ്റും കൂടി ഓടേണ്ട ഫോൺ ഈ സെക്കൻഡ് തന്നെ ഓഫായിന്ന് വരും. പിന്നെയും വന്ന കോള് കട്ടാക്കി അവൾ പല്ല് ഞെരിച്ചു. ഉത്തരെ, നീ ചുമ്മാ തമാശ കളിക്കാണ്ട് ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? നീ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും പിന്നെയും പിന്നെയും അവൻ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് ഊഹിച്ചുകൂടെ? മുന്നിലേക്ക് നടക്കുന്നവളെ പിടിച്ചു നിർത്തി കാര്യത്തിൽ സിദ്ധി അവളോട് ചോദിച്ചു. കുറെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും വരുൺ പിന്നെയും പിന്നെയും വിളിക്കുന്നത് എന്തോ അത്യാവശ്യം പറയാനാണെന്നുള്ള തോന്നൽ സിദ്ധിക്കുള്ളിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. ശരി, ഇനി ഇതിന്റെ പേരിൽ നീ ചൂടാവണ്ട. പക്ഷെ ദൈവത്തിനാണ് ഞാൻ ഫോൺ എടുക്കുമ്പോൾ അവൻ കാര്യമില്ലാത്ത എന്തെങ്കിലും കാര്യമാണ് എന്നോട് പറയുന്നെങ്കിൽ അവനെ തട്ടുന്നതിന് മുമ്പ് നിന്നെ ഞാൻ തട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ഒരു വാശിയോടെയും ദേഷ്യത്തോടെയുമാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. എന്താ വരുണ നിനക്ക്? ഞാൻ സിദ്ധിയുമായി ഹോസ്പിറ്റലിലാണ്, നിനക്കറിയില്ലേ? ഫോൺ എടുത്തതും കടിച്ചു കീറാൻ എന്ന പോലെയാണ് അവൾ വരുണിനോട് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ അപ്പുറത്തുള്ളവൻ അതിലും ദേഷ്യത്തിലായിരുന്നു. അവൾ ഒന്ന് ചാടിയപ്പോൾ 3 ചീത്ത വിളിച്ചാണ് അവൻ സംസാരിക്കാൻ തന്നെ തുടങ്ങിയത്. അയ്യോ ആണോ? ഓർത്തില്ല. അയ്യോ ഞാൻ കണ്ടില്ല. ഇപ്പൊ അയച്ചു തരാം. പേടിച്ചും ഭയന്നും കൊണ്ടുള്ള ഉത്തരയുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയായിരുന്നു അപ്പുറത്തെ ഭാഗത്തു നിന്നും അരുൺ പറയുന്നതൊന്നും അത്ര നല്ല കാര്യമല്ലെന്ന്. ഏതോ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയാ പറഞ്ഞത്. അത് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് പറഞ്ഞു കൊടുക്കും മുന്നേ തന്നെ അവളുടെ ഫോൺ ഓഫായി പോയി. ശേ, നാശത്തിന് ഓഫാകാൻ കണ്ട സമയം. ദേഷ്യത്തിൽ ഫോണ് വലിച്ചെറിയാൻ എന്ന പോലെ അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നോക്കിയത് കാര്യമൊന്നും മനസ്സിലാവാതെ സിദ്ധിയാണ്. എന്താ ഉത്തരെ, എന്താടി പ്രശ്നം? ഓഫീസിൽ ആകെ പ്രശ്നമായിടി. നമ്മുടെ കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റിംഗിന്റെയും ടേൺ ഓവറിന്റെയും ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ കമ്പനി HK അസോസിയേറ്റ്സിന്റെ MD ഹരികൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാനത് സിസ്റ്റത്തിൽ നിന്ന് എടുക്കാൻ നേരത്താ നീ വീണ കാര്യം അറിയുന്നത്. കേട്ടതും അത് അങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ പിന്നാലെ ഇങ്ങി പോന്നു. അവര് പറഞ്ഞത് എടുത്തു കൊടുത്തതുമില്ല. ആരെ അങ്ങോട്ട് ഏൽപ്പിച്ചതുമില്ല. അതിപ്പോൾ ഓഫീസിൽ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്ത് കാരണം പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞുവിടാം എന്ന് പറഞ്ഞു നിൽക്കുകയാ അവര്. ഇതിപ്പോ അതിന്റെ ഇടയ്ക്ക് എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്നറിഞ്ഞാൽ ഉറപ്പായും എന്റെ ജോലിക്കാര്യവും പ്രശ്നമാകും എന്നൊക്കെ പറയാനാണ് വംശി ഈ വിളിയെല്ലാം വിളിച്ചത്. ഉത്തരെ, താൻ കാരണം അവളുടെ കൂടി ജോലി പോകുമോ എന്നുള്ള ഭയത്തിൽ സിദ്ധി ഉത്തരയുടെ കയ്യിൽ കയറി പിടിച്ചു. പേടിക്കണ്ട, നിനക്കിപ്പോ എന്തെങ്കിലും കുഴപ്പം ഫീൽ ചെയ്യുന്നുണ്ടോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ കാര്യം മനസ്സിലായില്ലെങ്കിലും അവൾ ഇല്ല എന്ന് തലയാട്ടി. എങ്കിൽ നമുക്ക് പിന്നെ ഡോക്ടറെ വന്ന് കണ്ട് റിസൾട്ടെ പറ്റിയും ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കാം. തൽക്കാലം ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. അത് മതി ഉത്തരെ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് ഓഫീസിലേക്ക് പോകാൻ നോക്ക്.
അതൊക്കെ ഞാൻ പൊക്കോളാം. അതിനു മുന്നേ നിന്നെ ഫ്ലാറ്റിൽ കൊണ്ടു ചെന്നാക്കാം. കൊണ്ടാക്കാൻ നീ വരണമെന്നില്ല. ഇവിടുന്ന് നീ ഓഫീസിലേക്ക് പൊക്കോ. ഞാനൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പൊക്കോളാം. അത് വേണ്ട. ഒന്നാമത് നിനക്ക് വയ്യ. അതിന്റെ കൂടെ ഒറ്റയ്ക്ക് പോയിട്ട്. ഉത്തരയ്ക്ക് ആകെ ടെൻഷനായി. ഒന്നുമില്ലടി, ഞാൻ മാനേജ് ചെയ്തോളാം. നീ അവിടെ പോയെങ്കിൽ ഇപ്പൊ ശരിയാവില്ല. എടി നീ, അടുത്ത ഓട്ടോയിൽ തന്നെ ഞാൻ പൊക്കോളാം. നീ പൊക്കോ. പിന്നെയും തർക്കിക്കാൻ നിന്നവളെ തള്ളി പിടിച്ചവൾ ആ ഓട്ടോയിൽ കയറ്റി പറഞ്ഞു വിട്ടു. അവളുടെ ഓട്ടോ ദൂരേക്ക് അകന്നു പോകുന്ന കണ്ടതും സിദ്ധി കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഉച്ചയായിട്ടുണ്ട്. ട്രിപ്പ് കയറിയതിന്റെ ആരോഗ്യം തോന്നുന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് അകത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഫ്ലാറ്റിലെത്തുമ്പോൾ പിന്നെയും തനിക്ക് ക്ഷീണം തോന്നിയാലോ എന്ന് കരുതി അവൾ ഹോസ്പിറ്റലിൽ ഉള്ളിൽ നിന്നും ഓട്ടോ പിടിക്കാതെ പുറത്തേക്കിറങ്ങി. ഹോസ്പിറ്റലിന്റെ എൻട്രൻസിന്റെ അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ നടക്കാൻ പാകത്തിൽ തണലുള്ള പാതയാണ്. അവിടെ വഴിയോരത്തായി ഒരുപാട് ഹോട്ടലുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതിലെവിടെയെങ്കിലും കയറി ഊണ് വാങ്ങാം എന്ന് കരുതിയാണ് നടപ്പ് തുടങ്ങിയത്. ഹോസ്പിറ്റലിന്റെ വശങ്ങളായതുകൊണ്ട് തന്നെ കൂടുതലും കഞ്ഞിയുടെ പരസ്യമാണ് മുന്നിലേക്ക് നിൽക്കുന്നത്. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് എതിർവശത്തുള്ള ഒരു കൊച്ചു ഹോട്ടലിലേക്ക് കണ്ണുപോയത്. ഹോട്ടലിനേക്കാൾ ഉപരി അവർ പുറത്തേക്ക് വെച്ചേക്കുന്ന ബോർഡിലെ കുത്തിരി ചോറും കുഴമീൻ കറിയും എന്നുള്ള വാചകങ്ങളാണ് അവളുടെ കണ്ണിലുടക്കിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ചാട്ടമായിരുന്നു റോഡിലേക്ക്. ഇടം വലം നോക്കാതെയുള്ള ചാട്ടത്തിൽ ഒരു കാർ ഇടിച്ചു ഇടിച്ചില്ല എന്ന് പറഞ്ഞ് അവൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ചുറ്റുമുണ്ടായിരുന്ന ആളുകളെല്ലാം ഭയന്നുകൊണ്ട് ഉറക്കെ കൂവി വിളിച്ചു. അതിനുമപ്പുറം ചെവി രണ്ടും പൊത്തി കൈകൾ തണുത്തു വിറച്ചുകൊണ്ട് ഒരുവൾ ഐസ് പോലെ തറഞ്ഞ് റോഡിന് നടുവിലായി നിന്നുപോയി. ഇത്തിരി നേരമെടുത്തു ആൾക്കാർക്കൊക്കെ കാര്യമൊന്നും മനസ്സിലാവാൻ. എല്ലാവരുടെയും ശ്വാസം ഒന്ന് നേരെ വീണതും ചുറ്റും നിന്നവരെല്ലാം സിദ്ധിയെ കണ്ണു പൊട്ടുന്ന രീതിയിൽ ചീത്ത പറഞ്ഞു. ആ നേരത്താണ് കാറിന്റെ ഡോറ് വലിച്ചടച്ചുകൊണ്ട് അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഒരുവൻ അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നത്.